കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. +2 പരീക്ഷയിൽ ഉപരിപഠനത്തിന് അർഹരായവരെയും 10ാം ക്ലാസ് പരീക്ഷയിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു ദീപിക. ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിൽ വിജയോത്സവം 2026 ഉദ്ഘാടനം ചെയ്തു. ദീപിക ആബി സർവീസസുമായി സഹകരിച്ച് +2 പരീക്ഷയിൽ ഉപരിപഠനത്തിന് അർഹരായവരെയും 10ാം ക്ലാസ് പരീക്ഷയിൽ ഫുൾ A+ഉം 9 A+ഉം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച വിജയോത്സവം 2026 ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിൽ ഉദ്ഘാടനം ചെയ്തു. പത്രങ്ങളും പുസ്തകങ്ങളും വായിക്കുന്നത് വിദ്യാർത്ഥികൾ പഠനജീവിതത്തിന്റെ ഭാഗമായി തന്നെ കാണേണ്ടതുണ്ടെന്ന് മാർ ജോർജ് പുന്നക്കോട്ടിൽ പറഞ്ഞു. ഇനിയിപ്പോൾ ഒരു 10 കൊല്ലം കൂടി കഴിഞ്ഞ് എന്താ സംഭവിക്കാൻ പോകണം ദൈവത്തിന് അറിയാവുള്ളൂ. നിങ്ങളെല്ലാവരും കമ്പനികളുടെ മാനേജർമാരും കോളേജിൻ്റെ പ്രിൻസിപ്പൽമാരും MLA-മാരും MP-മാരും മന്ത്രിമാരും ഒക്കെ ആയിത്തീരും. കാരണം അത്രമാത്രം ബുദ്ധിയുള്ള കഴിവുള്ള മിടുക്കന്മാരും മിടുക്കുകളും വന്നിരിക്കുന്നത്. നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന വഴി നടത്തുന്ന ആളുകൾ പറഞ്ഞു തരും നിങ്ങളുടെ ടേസ്റ്റ് എന്നാണ്, ഏത് രീതിയിൽ പോയാൽ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, എങ്ങനെയാണ് വളരുവാനായിട്ട് സാധിക്കുക കാര്യമാണ്. കാരണം നിങ്ങൾ ബുദ്ധിമാന്മാരും ബുദ്ധിമതികളുമാണ്, കഴിവുള്ളവരാണ്. എങ്ങനെ പോയാലും നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കുവാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞു തരുന്ന വിദഗ്ധന്മാരുണ്ട്. അവർ നിങ്ങൾ കാണും, തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞു തരും. സർവോപരി പത്രങ്ങളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്താണ് നടക്കാൻ പോകുന്നത്, എന്താണ് വരാൻ പോകുന്നത്, എന്ത് ചെയ്താൽ എന്തായിരിക്കും അതിൻ്റെ ആത്യന്തിക ഫലം, കാര്യങ്ങളെല്ലാം അറിയാനായിട്ട് സാധിക്കും. മൂവാറ്റുപുഴ മേഖലയിൽ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാലയങ്ങൾക്കുള്ള ദീപികയുടെ ഉപഹാരം മാർ ജോർജ് പുന്നക്കോട്ടിൽ സമ്മാനിച്ചു. രാഷ്ട്രദീപിക ഡയറക്ടർ ഫാദർ ഡോക്ടർ തോമസ് പോത്തനാമൊഴി ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. രാഷ്ട്രദീപിക മാനേജിംഗ് ഡയറക്ടർ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി മുഖ്യപ്രഭാഷണം നടത്തി. ദീപിക കൊച്ചി റെസിഡൻസ് മാനേജർ ഫാദർ ജോസഫ് കൊളുത്തുവെള്ളിൽ, DFC രൂപത ഡയറക്ടർ ഫാദർ ആന്റണി പുത്തൻകുളം, ഹോളിമാഗി ഫൊറോന വികാരി ഫാദർ ഡോക്ടർ മാനുവൽ പിച്ചളക്കാട്ട്, നിർമ്മല സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ പോൾ ഇടത്തൊട്ടി, ഫാദർ ജോർജ് മാന്തോട്ടം കോർ എപ്പിസ്കോപ്പ തുടങ്ങിയവർ പ്രസംഗിച്ചു. മൂവാറ്റുപുഴ മേഖലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ +2 SSLC പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് സെമിനാറും ചടങ്ങിൽ നടത്തപ്പെട്ടു. അവന് കൃത്യം ഒരു അംബീഷൻ ഉണ്ടായിരുന്നു. എന്തുണ്ടായിരുന്നു? അംബീഷൻ ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. ഓട്ടോണമസ് പദവിയുടെ തിളക്കത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പാരമ്പര്യം. NBA, NAC അക്രഡിറ്റേഷനുകൾ, മൾട്ടിനാഷണൽ കമ്പനികളിലടക്കം മികച്ച പ്ലേസ്മെന്റ്, അന്തർദേശീയ നിലവാരമുള്ള ലാബുകൾ, അക്കാദമിക് എക്സലൻസിനോടൊപ്പം വൈവിധ്യമാർന്ന പാഠ്യേതര പ്രവർത്തനങ്ങൾ, BTech കോഴ്സുകൾ, MBA, ആഗോള തൊഴിൽ സാധ്യതകളുമായി ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ.